അതല്ലേ ഞങ്ങൾ അവിടെ പ്രതിഷേധം അറിയിച്ചത്. ഈ ബുക്ക് ഇന്നാണ് പ്രസന്റ് ചെയ്തത് എന്റെ കൂടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര്, എന്റെ പാർട്ടി അല്ല അവര്. എന്നിരുന്നാലും അവരോട് ചോദിച്ചു നോക്ക്, എന്ത് കഴിവുകേട്. ഞാൻ ഉദ്യോഗസ്ഥരെ ഇവിടെ കൊണ്ടുവന്ന് ഉദ്യോഗസ്ഥരെ പോലും കാണിക്കാത്ത ഒരു സാധനം ഞങ്ങളുടെ കൊട്ടേഷനിൽ ഇല്ലാത്തൊരു പ്രിന്റിംഗ് പ്രസ്സിൽ കൊണ്ടുവന്ന് കൊടുത്തു. എന്ത് കഴിവുകേട് എന്റെ പ്രസിഡന്റിനെ ആണെങ്കിൽ എന്തുകൊണ്ട് പ്രസിഡന്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ നേരത്തെ അങ്ങനെ കൈമലത്തിട്ട് കാര്യമില്ല. നിങ്ങൾ അതല്ലേ നിങ്ങളോട് പ്രസന്റ് ചെയ്തത്. അറിയാൻ വേണ്ടി പറഞ്ഞേ, നിങ്ങളെ ഓരോരുത്തരും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്ത് കാണിച്ചത്. ഇതിൽ പ്രസിഡന്റ് ഉണ്ടോ? പ്രസിഡന്റ് ആമുഖം ഉണ്ടോ? ഇല്ലല്ലോ. ഇത് ഈ പ്രൂഫ് നേരത്തെ കാണിച്ച് തരാറുണ്ടെങ്കിൽ ഞാൻ പറയും എൻ്റെ ആമുഖം വെക്കണം എന്ന്. കഴിഞ്ഞ ബഡ്ജറ്റ് കമ്മിറ്റിയുടെ ബുക്ക് നിങ്ങൾ നോക്ക്, അതിലുണ്ട്. എന്തുകൊണ്ട് അശോകൻ ചേട്ടൻ ഇരുന്നപ്പോൾ ഉണ്ടായി? എന്തുകൊണ്ട് അതിൽ പിന്നെ 2 ബഡ്ജറ്റ് ഞാൻ ഉണ്ടായി? എന്തുകൊണ്ട് ഇപ്പം ഇല്ല? ബഡ്ജറ്റിന്റെ കരട് നൽകിയില്ലെന്നാരോപിച്ച് വടവുകോട് ബ്ലോക്കിൽ അംഗങ്ങളുടെ പ്രതിഷേധം. ബ്ലോക്കിലെ വാർഷിക ബഡ്ജറ്റ് അവതരണത്തിലാണ് ഭരണകക്ഷിയായ 2020 പ്രതിപക്ഷത്തെ ഇടതുപക്ഷാംഗങ്ങളും പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. വൈസ് പ്രസിഡന്റ് കോൺഗ്രസിലെ അനു അച്ചുവാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. എന്നാൽ അവതരണത്തിന് മുൻപ് പ്രസിഡന്റിനും സ്ഥിരം സമിതി അധ്യക്ഷന്മാർക്കും പൂർണ്ണമായ കരട് നൽകി അംഗീകാരം വാങ്ങാത്തതാണ് പ്രതിഷേധ കാരണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രസിഡന്റ് രസീന പരീദ് രംഗത്ത് വന്നു. പിന്നാലെ സ്ഥിരം സമിതി അധ്യക്ഷരായ ജൂബിൾ ജോർജ്, TR വിശ്വപ്പൻ എന്നിവരും രംഗത്ത് വന്നു. നിയമവിരുദ്ധമായാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചതെന്നും കമ്മിറ്റി തീരുമാനിച്ച പ്രസിലല്ല അച്ചടിച്ചതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ഇതിൽ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ആലോചിച്ച് എന്തെല്ലാം നമ്മൾ അതിൽ ആഡ് ചെയ്യണം, എന്തെല്ലാം ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനം വന്നതിന് ശേഷം ഫൈനൽ ഈ ഒരു ബഡ്ജറ്റിൻ്റെ ബുക്ക് ഇത് എങ്ങനെ അടിക്കണം അല്ലെങ്കിൽ എന്ത് ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കേണ്ടത് പ്രസിഡന്റ് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഇതിൽ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. പ്രസിഡന്റ് എന്നൊരു പേജ് കഴിഞ്ഞതിന് ശേഷമാണ് വൈസ് പ്രസിഡന്റ് എന്നൊരു പേജ് വരാൻ പാടുള്ളൂ. ഒരു സോവനീർ അടിച്ചാൽ പോലും അങ്ങനെയാണ്. അപ്പം നമ്മൾ വൈസ് പ്രസിഡന്റിന് ഇവിടെ ചാർജ് കൊടുത്തിട്ടില്ല. പ്രസിഡൻ്റായ ഞാൻ ജീവനോടെ ഇരിപ്പുണ്ട്, ചാർജ് കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഈ പദ്ധതി രേഖ, ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? വൈസ് പ്രസിഡന്റിനുള്ളത്. അത് തയ്യാറാക്കുക. ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവർ കൂടിയിരുന്ന് ആലോചിച്ച് അത് തയ്യാറാക്കി അതിനുശേഷം ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നത് അത് തന്നെയാണ്. അന്ന് ഈ ഇതുപോലെ വൈസ് പ്രസിഡന്റിൻ്റെ ഫോട്ടോ വെച്ചിട്ടൊന്നും തന്നെ ഒരു ആമുഖ സന്ദേശമൊന്നും കൊടുത്തിട്ടുണ്ടായില്ല. ഫോട്ടോ ഇല്ലാതെ സാധാ ഒരു സന്ദേശം. ഫോട്ടോയല്ല ഇവിടെ മെയിൻ വിഷയം. ഈ ഒരു രേഖ അടിക്കുമ്പോൾ നമ്മളോട് ആലോചിക്കണം, അതിലെന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഇത് അറിഞ്ഞിട്ടില്ല. ഈ ഒരു ബുക്ക് ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ നേരത്തെ മാത്രമാണ് നമ്മൾ കണ്ടത്. 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദിച്ചത്, എവിടെയാണ് ബഡ്ജറ്റിൻ്റെ പ്രൂഫ്, കരട്? ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞ മറുപടി, പ്രസിഡൻ്റെ ഞങ്ങൾ തയ്യാറാക്കി കൊടുത്തു, ഞങ്ങൾ വരെ കണ്ടിട്ടില്ല. ബജറ്റ് അവതരണത്തിന് ശേഷം ആസൂത്രണ സമിതിയിലെ CP ജോയ്, നിബു കുര്യാക്കോസ് എന്നിവരെ അനുമോദനത്തിനായി ക്ഷണിച്ച ശേഷം പ്രസിഡന്റ് യോഗം പിരിച്ചുവിടുകയും ചെയ്തു. ഇതിനെതിരെ കോൺഗ്രസ് അംഗങ്ങളും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള. Morning, Adi. Hi. Hello. Adi is so happy to come to Time Kids. He wants to come to school even on Sundays. What's the magic? Come, let me show you the magic. At Time Kids, children play, explore, while they feel safe and happy in our preschool. They learn while having fun. They draw, paint, and have fun with colors. They sing, dance, and splash merrily in the pool. So they just love being at Time Kids. And we too love our children being at Time Kids. Time Kids, the preschool that cares.